കത്തിയമരുകയാണ് ഇറാൻ. പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇറാനിൽ വലിയ കലാപമായി വ്യാപിക്കുകയാണ്. തെരുവുകൾ വലിയ യുദ്ധക്കളങ്ങളായി മാറുന്നു. പ്രക്ഷോഭകരെ നേരിടാൻ ഇറാന്റെ സൈന്യം വെടിയുതിർക്കുന്നതോടെ നൂറുകണക്കിന് ആളുകളിലേക്ക് മരണം വ്യാപിക്കുകയാണ് എന്നാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രതിഷേധം അത് 11 ദിവസം പിന്നിടുമ്പോൾ ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുകയാണ്. ഇറാൻ ഭരണകൂടവും ഇറാൻ സൈന്യവും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എല്ലാ നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നു, എല്ലാ തെരുവുകളിലേക്കും വ്യാപിക്കുന്നു. 31 പ്രവിശ്യകളിലെ 111 ഇടങ്ങളിലേക്ക് വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെന്നും അത് നിയന്ത്രണ വിധേയമാവാതെ നിയന്ത്രണത്തിനപ്പുറമുള്ള ഒരു കലാപമായി മാറുന്നുവെന്നുമുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. തെക്കു പടിഞ്ഞാറൻ പട്ടണമായ ലോർഡഗനിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ പ്രക്ഷോഭകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. 38ഓളം ആളുകൾ, അതിൽ പ്രക്ഷോഭകർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇറാൻ സൈനികർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇറാനിലെ പോലീസുകാർ ഉൾപ്പെട്ടിട്ടുണ്ട്. 38ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായ വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ മാധ്യമങ്ങൾക്ക് വലിയ വിലക്കുള്ള ഇറാനിൽ അതിനേക്കാൾ വലിയ കൂട്ടക്കുരുതികൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. നൂറുകണക്കിന് ഇറാൻ പൗരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തകൾ. തെരുവുകൾ യുദ്ധക്കളമായിരിക്കുന്നു. ചോരക്കളമായി ഇറാന്റെ തെരുവുകൾ മാറിയിരിക്കുന്നു. സൈന്യം ജനങ്ങൾക്ക് നേരെ, പ്രക്ഷോഭകർക്ക് നേരെ കണ്ണീർ വാതകവും ടിയർ ഗ്യാസും അതുപോലെ ബോംബുകളും ഷെല്ലുകളും പ്രയോഗിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, തോക്കുപയോഗിച്ചുകൊണ്ട് നിരവധി തവണ ജനങ്ങൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വ്യാപാരികളും വ്യവസായികളും ആരംഭിച്ച സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം അത് പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികളും ഏറ്റെടുത്തതോടുകൂടിയാണ് കലാപത്തിലേക്ക് വഴിമാറിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു ജൻസി കലാപത്തിന്റെ രീതിയിലേക്ക് ഇറാനിലെ കലാപം ഇപ്പോൾ വഴിമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യഘട്ടത്തിൽ ചർച്ചകൾക്ക് ഇറാൻ ഭരണകൂടം തയ്യാറായിരുന്നുവെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പ്രക്ഷോഭങ്ങളെ, ഈ കലാപങ്ങളെ അടിച്ചമർത്താനാണ് ഇറാൻ ഭരണകൂടം അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഉത്തരവിട്ടത്. ഇതാണ് പ്രക്ഷോഭത്തെ കലാപത്തിലേക്ക് വഴിമാറ്റിയത്. പിന്നീട് ഈ പ്രക്ഷോഭർക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർക്കുകയും കണ്ണീർ വാതകവും ടിയർ ഗ്യാസും ബോംബുകളും ഷെല്ലുകളും ഒക്കെ പ്രയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ട കാഴ്ചയാണ്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിക്ക് വലിയ ഭീഷണി, വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇനിയും പ്രക്ഷോഭകാരികൾക്കെതിരെ വെടിയുതിർക്കാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ ആയത്തുള്ള അലി ഖമീനിയെ വധിക്കും. ആയത്തുള്ള അലി ഖമീനിയുടെ വധമായിരിക്കും അടുത്തുണ്ടാവാൻ പോവുക. ഇനിയും പ്രക്ഷോഭകർക്ക് നേരെ ആക്രമണം നടത്തരുത്. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക. നിങ്ങൾ പ്രക്ഷോഭകാരികളുമായി സമവായത്തിന്, സമാധാന ചർച്ചയ്ക്ക് തീരുമാനിക്കുക, സമാധാന ചർച്ചയ്ക്ക് ശ്രമിക്കുക. അല്ലാതെ അവർക്കെതിരെ ആയുധങ്ങൾ എടുക്കാനാണ് ഇറാന്റെ തീരുമാനമെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവിനെ ഞങ്ങൾ വധിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്ന വമ്പൻ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിന് പിന്നാലെയും അക്ഷരാർത്ഥത്തിൽ ഇറാന്റെ തെരുവുകൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ. അതേസമയം തന്നെ ആയത്തുള്ള അലി ഖമീനിക്കെതിരെ സൈനിക നടപടിക്ക് അമേരിക്ക ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ഇറാന്റെ ആകാശത്തിൽ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ B-2 ബോംബറുകൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, സൈനിക താവളങ്ങളിലേക്ക് നങ്കൂരമിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് പാഞ്ഞെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ നിരവധി സൈനിക വിന്യാസങ്ങൾ അമേരിക്ക ഇറാന്റെ അതിർത്തിക്കപ്പുറത്ത് നടത്തുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ അന്താരാഷ്ട്ര മാധ്യമ വാർത്തകൾ. അതേസമയം തന്നെ ഇറാനിലെ നഗരങ്ങളായ അലി ഗുർദാസ്, മഷാദ്, അബാദാൻ, ബന്ദർ അബ്ബാസ്, കാസ്വിൻ, ലോർഡഗൻ എന്നിവയുൾപ്പെടെയുള്ള
നിരവധി നഗരങ്ങളിൽ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്നാണ് ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയകളിൽ ഈ ഏറ്റുമുട്ടലിന്റെ വീഡിയോകൾ തന്നെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു. സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ പ്രതിഷേധക്കാർ വലിയ മുദ്രാവാക്യമാണ് മുറക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് ഇറാന്റെ തെരുവുകളിൽ നടക്കുന്നത്. ആ പ്രക്ഷോഭങ്ങളെ കണ്ണീർ വാതകം കൊണ്ടും ടിയർ ഗ്യാസ് ഷെല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ ഗ്രനേഡുകളും ബോംബുകളും കൊണ്ട് നേരിടാനാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. അതേസമയം തന്നെ മസൂദ് പെഷസ്കിയാനും ആയത്തുള്ള അലി ഖമേനിയും രാജ്യം വിട്ടു പോകണമെന്നും രാജവാഴ്ച തിരിച്ചു വരണമെന്നും ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. വെനിസ്വേലയിൽ നടന്ന ഒരു സൈനിക നടപടിക്ക് സമാനമായ ഒരു സൈനിക നടപടി ഇറാനിലും അമേരിക്ക നടത്തുമെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ. നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്തതിന് പോലെ തന്നെ നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോയതിന് സമാനമായി ആയത്തുള്ള അലി ഖമേനിയെയും മസൂദ് പെഷസ്കിയാനെയും അമേരിക്കൻ സൈന്യം പിടികൂടുമെന്നും ഇവരെ പിന്നീട് അമേരിക്കയിലെ കൽത്തുറങ്കലിൽ അടയ്ക്കുമെന്നുള്ള ചില വാർത്തകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. എങ്കിലും അമേരിക്ക ഒരു സൈനിക നടപടിക്ക് ഇറാനിലേക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ ചില സേനാവിന്യാസങ്ങൾ ഇറാന്റെ അതിർത്തികളിലേക്ക് ഉണ്ടാകുന്നത് ഇതിനുള്ള ചില സൂചനകളാണെന്നും കരുതപ്പെടുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ സൈനിക നീക്കത്തെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പോസ്റ്റിൽ പങ്കുവച്ച ഒരു സന്ദേശത്തിൽ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇറാനിലേക്ക് ഉണ്ടാക്കിയാൽ ഇറാനിൽ നിന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്നാണ് മസൂദ് പെഷസ്കിയാൻ്റെതായി പുറത്തു വന്ന ചില എക്സ്പോസ്റ്റുകൾ. എന്തായാലും അമേരിക്കയുടെ സൈനിക നീക്കം വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുടെ ഈ സൈനിക നീക്കം വലിയ ഒരു മനുഷ്യക്കുരുതിയുടെ സാഹചര്യത്തിലേക്ക് ഇറാനിലെ പ്രക്ഷോഭങ്ങൾ വഴിമാറുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ.